പ്രിയപ്പെട്ടവരെ, അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക തലപ്പത്തുണ്ടായിരുന്ന ജോ കെന്റ് ഈ അടുത്താണ് രാജിവെച്ചത്. ട്രംപിന്റെ ഈ യുദ്ധത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത്. അദ്ദേഹത്തിന്റെ ട്വിറ്ററിൽ കുറിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. അദ്ദേഹം 2 വീഡിയോകൾ പങ്കുവെച്ചുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. ഇന്ന് അമേരിക്കയുടെ F-15 എന്നറിയപ്പെടുന്ന യുദ്ധവിമാനം ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ മുഖേന തകർക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിലുണ്ടായിരുന്ന 2 പൈലറ്റുമാർക്ക് വേണ്ടി അമേരിക്കൻ സൈന്യം ഇപ്പോൾ ശക്തമായ രീതിയിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസാനം ലഭിക്കുന്ന വാർത്ത തെരച്ചിൽ അവസാനിപ്പിച്ചു എന്നാണ്. എന്നാൽ ഈ ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം ജോ കെന്റ് പ്രതികരിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ആക്രമിക്കപ്പെട്ടിരിക്കുന്ന സൈനികർക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. മാത്രമല്ല അദ്ദേഹം പറയുന്നു, പ്രേ ദാറ്റ് അവർ ലീഡേഴ്സ് എൻഡ് ദിസ് ഫൂളിഷ് വാർ. ഈ മണ്ടൻ യുദ്ധം നമ്മുടെ നേതൃത്വം നിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്ന്. അത് പറയുന്നത് അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തുണ്ടായിരുന്ന സൈനിക മേധാവിയാണ്. ഈ യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഈ യുദ്ധത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അദ്ദേഹം രാജി നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ രാജിക്കത്ത് അദ്ദേഹത്തിന്റെ പേജിൽ ഈ ട്വിറ്ററിൽ അദ്ദേഹം പിൻ ചെയ്തു വെച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഇദ്ദേഹം റിസൈൻ ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് എഴുതിയത് കാണാം. I have declared to resign from my position as director of the National Counter-Terrorism Center effective today. അദ്ദേഹം അമേരിക്കയുടെ ടെററിസത്തിനെതിരെയുള്ള തീവ്രവാദ വിരുദ്ധ സംവിധാനങ്ങളുടെ ഡയറക്ടറായി ജോലി ചെയ്തിരുന്ന സൈനിക ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഈ രാജിവെച്ചു. എന്നാൽ അദ്ദേഹം രാജിക്ക് ശേഷം ഇന്ന് അമേരിക്കയ്ക്ക് ഏറ്റവും അപകടകരമായ ഒരു സംഭവമാണ് ഇറാന്റെ മധ്യമേഖലയിൽ ഉണ്ടായിരുന്നത്. നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. യുദ്ധം തുടങ്ങിയ ആദ്യ ദിവസം ഞാൻ നിങ്ങളോട് ഇതേ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്, ഇറാൻ അവരുടെ പ്രതിരോധ സംവിധാനങ്ങളൊന്നും പ്രവർത്തിപ്പിക്കുന്നില്ല. അതെല്ലാം അവർ സേഫായ സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ മലക്കുള്ളിലുള്ള അവരുടെ ബങ്കറുകളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ ആവശ്യമായ ഘട്ടത്തിൽ അവർ തിരിച്ചു കൊണ്ടുവരും. യുദ്ധത്തിന്റെ ആദ്യ ഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട അറ്റാക്ക്, അതിൽ നിന്ന് ഈ പ്രതിരോധ സംവിധാനങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് യുദ്ധത്തിന്റെ തുടക്കഘട്ടങ്ങളിൽ നിന്നെല്ലാം ഇതിന്റെ സർവീസ് മാറ്റിവെക്കുകയും അതേസമയം യുദ്ധം ഏകദേശം ഒരു പ്രത്യേകമായ ലെവലിൽ എത്തുന്നതോടുകൂടെ ഈ പ്രതിരോധ സംവിധാനങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ഉടനെ ഇറാന്റെ വ്യോമ മേഖലകളിൽ ആ ഒരു ഘട്ടം മുതൽ പിന്നീട് അമേരിക്കൻ ജെറ്റുകൾക്ക് വലിയൊരു പ്രതിരോധം അവിടെ ഉണ്ടാകും. നോക്കൂ നിങ്ങൾ, അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധവിമാനമാണ് F-15 എന്നറിയപ്പെടുന്നത്. അതുകൊണ്ടാണല്ലോ ഇറാനിൽ ഈ ദൗത്യം അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനിടയിൽ ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റമാണ് ഇതിനെ തകർത്തത് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും അമേരിക്കയിൽ വലിയ വിസ്ഫോടനങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധത്തിന്റെ ഓരോ ഘട്ടങ്ങളിലേക്കും ട്രംപ് കാലെടുത്തു വെക്കുമ്പോൾ അവരുടെ എല്ലാം പരാജയമാണ് ട്രംപിനെ കാത്തിരിക്കുന്നത്. വലിയ രീതിയിൽ ആശങ്കപ്പെട്ടിരിക്കുകയാണ് ട്രംപ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഹോർമുസ് കടലിടുക്കിന്റെ കാര്യം കഷ്ടമാണ്. കരയുദ്ധത്തിന് വേണ്ടി ഇപ്പോൾ ഇറാന്റെ സൈന്യം വെല്ലുവിളിക്കുകയാണ്. ഞങ്ങളെ നേരിടാൻ തയ്യാറുണ്ടെങ്കിൽ കരയിലേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കാൻ മുന്നിൽ കരയുദ്ധം എന്ന് പറഞ്ഞ് പേടിപ്പിച്ച ട്രംപിന് തന്നെ നിരാശ വരുന്ന സാഹചര്യമാണ്. എന്തായിരിക്കും ഇനി അടുത്ത സന്ദർഭങ്ങളിൽ അമേരിക്ക ചെയ്യുന്നത് എന്നാണ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്.